എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ: മൈലാഞ്ചി ഇല, വേപ്പില, മുരിങ്ങയില, പേരയില, നവരയില, ചെമ്പരത്തിയില, പൂവാങ്കുറുന്നിൽ, കൈതോന്നി, കാട്ടുനെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ്, തെറ്റിപ്പൂവ്, കൃഷ്ണതുളസി, കർപ്പൂര തുളസി, മുക്കുറ്റി, കറ്റാർവാഴ, ചെറിയ ഉള്ളി, കറിവേപ്പില, ഉലുവ, കരിഞ്ജീരകം. 1 ലിറ്റർ എണ്ണ. കറ്റാർവാഴ, കരിവേപ്പില തുടങ്ങിയ സാധനങ്ങളെല്ലാം കൂടി മിക്സിയിലടിക്കുക. എല്ലാം അടിച്ച് ഒന്നായി ചേർക്കുക. പിന്നെ കാട്ടുനെല്ലിക്ക തുടങ്ങിയെല്ലാം മിക്സിയിലടിച്ച് വെള്ളം കണക്കാക്കുക. എല്ലാ സാധനങ്ങളും മിക്സിയിൽ അടിച്ചെടുത്ത് അടുപ്പിൽ വെക്കുക. വിറകടുപ്പിലാണ് എണ്ണ വെച്ചേക്കുന്നത്. അടി പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി നിൽക്കുക. അടി പിടിക്കാൻ പാടില്ല. ഇളക്കി ഇങ്ങനെ നിൽക്കണം. കുറേ നേരം കഴിയുമ്പം അത് കുറുകി വരുന്നതാണ്. കുറുകി വരുമ്പോൾ ചെമ്പരത്തിപ്പൂവ്, തെറ്റിപ്പൂ എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ചേർക്കുക. ചെമ്പരത്തിപ്പൂ പാകമാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായി ഇളക്കി നിൽക്കുക. അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം ഇളക്കി നിൽക്കുക. നമ്മൾ ഔഷധക്കൂട്ടിങ്ങനെ എണ്ണയിൽ തിളച്ച് വരുന്നതാണ് കാണാം. തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വറ്റി വരും. ഇപ്പം നല്ല കാച്ചിയ എണ്ണയുടെ മണം വരുന്നുണ്ട്. എന്താ മണം! ഇനി കുറച്ച് കഴിയുമ്പം ഇത് ഔഷധക്കൂട്ടെല്ലാം കൂടെ ഒരു മണൽ പരുവാകും. എണ്ണ നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ട് നല്ല വൃത്തിയായി ഒരു ഉണങ്ങിയ അരിപ്പെടുക്കുക. അരിച്ചെടുക്കുക. പിന്നെ അവസാനം ഒരു തോർത്തിൽ പുഴുങ്ങിയെടുക്കുക. അതിൽ കുറേ എണ്ണ കാണും. അതൊന്നും കുറേ എണ്ണ കിട്ടും. നല്ലൊരു മണം വരുന്നുണ്ട്. പച്ചക്കർപ്പൂരത്തിൻ്റെയും കാച്ചിയ എണ്ണയുടെയും എന്താ രസം! നല്ലൊരു ഫീലുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടിയ എണ്ണയാണ് കേട്ടോ. അരിപ്പിൽ അരിച്ചെടുത്തത്. എണ്ണയുടെ കളർ കണ്ടോ! നല്ല പച്ച കളറാണ്. നല്ല കിടിലൻ കളറാണ്. പിന്നെ മണമാണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. പച്ചക്കർപ്പൂരമൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. നല്ല വാസനയുണ്ട്. മറ്റേ കുപ്പിയിൽ നമ്മളതിൻ്റെ തൊത്തുണ്ടല്ലോ, ഔഷധക്കൂട്ട്, അതിന് പുഴുങ്ങിയെടുത്താണ് ഒരു തോർത്തിൽ. നല്ല ഉണങ്ങിയ തോർത്തെടുത്ത് നല്ലോണം പുഴുങ്ങിയെടുക്കുക. അത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. വെള്ളിച്ചാമരം വീശുന്നു.